ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 4-ലെ 15-ാമത്തെയും അവസാനത്തെയുമായ ശ്ലോകമാണ് ചൊല്ലുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. അർച്ചിരാദിഗതിമീദൃശിം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവദ്ഗുണോദയാനുച്ചരന്തമനിലേശ പാഹി മാം. നമുക്ക് ശ്ലോകത്തിലെ വരികളുടെ അർത്ഥം നോക്കാം. അർച്ചിരാദി, അർച്ചിസ് എന്നാൽ അഗ്നി എന്നർത്ഥം. അർച്ചിരാദി അഗ്നിലോകം തുടങ്ങിയ ലോകങ്ങളിൽ, അർച്ചിരാദി ഗതി അഗ്നിലോകം തുടങ്ങിയ ലോകങ്ങളിൽ യാത്ര ചെയ്തിട്ട്, ഈ ദൃശ്യം ഇപ്രകാരം അഗ്നിലോകം തുടങ്ങിയ ലോകങ്ങളിൽ യാത്ര ചെയ്തിട്ട് ബ്രഹ്മലോകത്തു നിന്നും ബ്രഹ്മാണ്ടത്തെ ഭേദിച്ച് പരമപദം നേടിയ വ്രജൻ ആത്മാവിന് വിച്യുതിം ന ഭജതേ, വിച്യുതിം ഒരു വീഴ്ച അല്ലെങ്കിൽ വീണ്ടും സംസാരസാഗരത്തിലേക്കൊരു ജനനം, ന ഭജതേ ഉണ്ടാകുന്നില്ല, ജഗത്പദേ ഭഗവാനെ, ഈ ജഗത്തിന് തന്നെ അധിപനായിരിക്കുന്നവനെ. അതായത് കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞു, ഈ ക്രമമുക്തി ആഗ്രഹിച്ച് മൂർധാവിലെ ബ്രഹ്മരന്ധ്രം ഭേദിച്ച് ഉപരിലോകങ്ങളൊക്കെ കണ്ടിട്ട് മോക്ഷപ്രാപ്തി നേടണം എന്നാഗ്രഹിച്ച് തൻ്റെ സൂക്ഷ്മ ശരീരത്തോടുകൂടി പുറത്തേക്ക് വന്ന ആത്മാവിനെ, യോഗിയുടെ ആത്മാവിനെ, ഈ അഗ്നി, പകൽ, വെളുത്തപക്ഷം, ഉത്തരായണം തുടങ്ങിയവയുടെ അധിഷ്ഠാന ദേവതമാർ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോകുന്നു. അവരവരുടെ ലോകങ്ങളിൽ കുറെ കാലം താമസിപ്പിക്കുന്നു. അതിനുശേഷം സൂര്യലോകം, ധ്രുവലോകം, മഹർലോകം തുടങ്ങിയ ലോകങ്ങളിലൊക്കെ സഞ്ചരിച്ച ശേഷം ബ്രഹ്മലോകത്തിലെത്തുന്നു. അവിടെ എത്തിയ ശേഷം തനിക്ക് മോക്ഷപ്രാപ്തി വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒന്നുകിൽ പ്രാകൃത പ്രളയം വരെ കാത്തിരുന്ന് മോക്ഷപ്രാപ്തി നേടുകയോ അല്ലെങ്കിൽ തൻ്റെ തന്നെ യോഗശക്തി ഉപയോഗിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ബ്രഹ്മാണ്ടത്തെ പിളർന്ന് അതിന് അപ്പുറമുള്ള പരബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അഗ്നിലോകം തുടങ്ങിയ ലോകങ്ങളിൽ സഞ്ചരിച്ച് പരമപദത്തിൽ എത്തിയ യോഗിയുടെ പ്രജൻ ആത്മാവ് വിച്യുതിം ന ഭജതേ, യാതൊരു വീഴ്ചയും അവിടുന്ന് ഒരു തിരിച്ചുവരവും ന ഭജതേ പിന്നീട് ഉണ്ടാവുന്നില്ലല്ലോ, ജഗത്പദേ സച്ചിദാത്മക സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ, ഭവത് ഗുണോദയാനുച്ചരന്തം, ഭവത് അങ്ങയുടെ ഗുണോദയ, അങ്ങയുടെ ഗുണഗണങ്ങളെ, അങ്ങയുടെ മഹത്വങ്ങളെ, ഉച്ചരന്ത ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന, കീർത്തിച്ചുകൊണ്ടിരിക്കുന്ന, കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്ന അനിലേശ പാഹിമാം, പാഹിമാം എന്നെ കാത്തുരക്ഷിക്കണേ. അവിടുത്തെ ഗുണഗണങ്ങളെ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന എന്നെ, അനിലേശ അനിലൻ വായു, അനിലേശൻ വായുപുരേശ, പാഹിമാം എന്നെ കാത്തുരക്ഷിക്കണേ എന്നാണ് ഈ അവസാനത്തെ 2 വരികളിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. അല്ലയോ ജഗത്പദേ സച്ചിദാനന്ദ സ്വരൂപ ഗുരുവായൂരപ്പ, ക്രമമുക്തി ആഗ്രഹിച്ച് സൂക്ഷ്മ ശരീരത്തോടു കൂടിയ ആത്മാവ് ഇപ്രകാരം അഗ്നിലോകം തുടങ്ങിയ ലോകങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ട് അവസാനം ബ്രഹ്മാണ്ടത്തെ യോഗശക്തി കൊണ്ട് ഭേദിച്ചിട്ട് യാതൊരു മറയുമില്ലാതെ പ്രകാശിക്കുന്ന അവിടുത്തെ പരമപദത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ആ യോഗിയുടെ ആത്മാവിന് പിന്നീട് യാതൊരു വീഴ്ചയോ സംസാരസാഗരത്തിലേക്കൊരു തിരിച്ചുവരവോ ഇല്ലല്ലോ ഭഗവാനെ. അങ്ങയുടെ ഗുണഗണങ്ങളെ സദാ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന എന്നെയും അതുപോലെ കാത്തുരക്ഷിക്കണേ അനിലേശ ഗുരുവായൂരപ്പ എന്നാണ് ഈ 4-ാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. അർച്ചിരാദിഗതിമീദൃശിം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവദ്ഗുണോദയാനുച്ചരന്തമനിലേശ
പാഹി മാം. 4-ാമത്തെ ദശകം ഇവിടെ അവസാനിക്കുകയാണ്. 5-ാമത്തെ ദശകം അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.